റവയും വീട്ടിലുള്ള മറ്റു ചില്ലറ സാധനങ്ങളും കൊണ്ട് ചായ തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നല്ലൊരു കടിയുണ്ടാക്കിയാലോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റുമായിട്ടുള്ള അല്പം മധുരവുമുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ കുറഞ്ഞ സമയം മതി, വളരെ കുറച്ച് സാധനങ്ങളും മതി. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ പലഹാരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവ തന്നെയാണ്. അതിനായി ഒരു 1/2 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാകത്തിനുള്ള മധുരം മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 1/2 കപ്പ് വരയ്ക്കും നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഒരു പാനിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. 1/2 കപ്പ് റവയ്ക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ തന്നെ അതിലൊരു 3-4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും ഒരു തുള്ളി എണ്ണയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അപ്പോൾ ഈ ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലുണ്ടാവും. ഈ ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടും. ഇപ്പോൾ ഈ ഏലക്കായൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയും റവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പുമാവിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ റവയെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് നനഞ്ഞു കിട്ടുന്നത് വരയ്ക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ വെള്ളം വറ്റാൻ അധികം സമയം വേണ്ടാന്ന് നിങ്ങൾക്കറിയാലോ. ഇനി ഇത് പാനിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുന്ന രീതിയിൽ വരയ്ക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് നന്നായിട്ട് വെന്ത് വരുന്നത് വരയ്ക്കും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ 1/2 കപ്പിന് 1/4 കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ വ്യത്യാസം വരും, പക്ഷേ ആദ്യം നിങ്ങൾ 1/4 കപ്പ് തന്നെ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് വെള്ളം ഉണ്ടാകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ കോൺഫ്ലവർ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്താലും മതി. ഇനി ഇത് അല്പം ചൂടോടുകൂടെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഒരു ഇത്തിരി എണ്ണ വേണമെങ്കിൽ കയ്യിൽ തടവിയിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ വളരെ എളുപ്പത്തിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതായത് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാവുമ്പോൾ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ മോൾഡോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കനത്തിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ആ ഒരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ തടവി കൊടുത്തിട്ടുണ്ട്. ഓരോ ഉരുളകളും ഒരേ കനത്തിൽ വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോഴേ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ ഉരുള ഉരുട്ടിയെടുക്കുമ്പോഴും പ്രസ് ചെയ്യുമ്പോഴും ഒട്ടും പൊട്ടലില്ലാതെ ശ്രദ്ധിക്കുക. അതിന് കുറച്ചൊന്ന് ബലം പിടിച്ചൊന്ന് ഉരുള ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സാധാരണ ഞാൻ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പറയുക. പക്ഷേ ഇവിടെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ ചട്ടിയിലുള്ള എണ്ണയിൽ എന്താ ഈ വട്ടം വട്ടം എന്ന് ആലോചിച്ച് ആരും കൺഫ്യൂസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ ഒന്ന് കാണിച്ചു തന്നത്. എൻ്റെ അടുക്കള കുറച്ച് പഴയതാണ്. അപ്പോൾ അതിനൊരു ഭംഗി വരുത്താനായിട്ട് ഈ അടുത്താണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചത്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് മനസ്സിലായത്. എണ്ണയിലൊക്കെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. സംഭവം വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. കുറച്ച് മധുരമുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോയിൽ മറക്കാതെ ഒരു ലൈക്കും തരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്